പ്രിയമുള്ള സഹോദരങ്ങളെ, ജാഫർ സഖാഫി എന്ന് പറയുന്ന ഇദ്ദേഹത്തോട് ഒരു സഹോദരൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട്. കേരളത്തിൽ ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പാണ്ഡിത്യമുള്ള പണ്ഡിതൻ ജാഫർ സഖാഫി തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു മറുപടി കേട്ടാൽ അറിയാം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ, മത പഠനത്തിന്റെ ആഴം. അത്രയും ആഴത്തിൽ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ കേരളത്തിൽ ഉണ്ടാവില്ല. ഒരുപക്ഷെ ഇവരെ നേതാവായ AP അബൂബക്കർ മുസ്ലിയാർ പോലും. അദ്ദേഹത്തിന്റെ മറുപടി നമുക്കൊന്ന് കേൾക്കാം. ഇവിടെയാണ് വലിയൊരു തെറ്റിദ്ധാരണ പരത്തുന്നത്. സ്നേഹമാണെങ്കിൽ എത്രയും ആകാമെന്നാണോ മനസ്സിലാക്കി പറഞ്ഞത്? സ്നേഹിച്ച് ശരിക്കും പറഞ്ഞാൽ നെക്കിക്കൊല്ലൽ എത്ര അപകടമാണോ അതേപോലെ അപകടമാണ് നക്കിക്കൊല്ലലും. സ്നേഹം ഒരിക്കലും ഓവറാൻ പാടില്ല, അതിന് പരിധിയുണ്ട്. സ്നേഹിച്ചല്ലോ. അപ്പൊ ഒരു പണി ചെയ്യാൻ നമുക്ക് അതീ സദസ്സിൽ വെച്ച് ഉറക്കനെ വിളിച്ചു പറഞ്ഞാൽ ആൾക്കാർക്ക് ആ പരിധി എത്തുമ്പോൾ നിൽക്കാലോ. കേട്ടല്ലോ, നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. തലയിൽ നല്ലൊരു കെട്ടുണ്ട്, കെട്ട് നല്ല ഉഷാറാണ്. പക്ഷെ അതിൻ്റെ ഉള്ളില് കാര്യമായിട്ടൊന്നുമില്ല. കാരണം ആ സ്നേഹത്തിന്റെ പരിധി ഉറക്കനെ വിളിച്ചു പറഞ്ഞോളി, എന്നാ അവിടെ വെക്കാലോ. ഇയാളാരാ അതാണ് വിളിച്ചു പറഞ്ഞ് പാസ്സാക്കാന്? അള്ളാഹുവിന്റെ റസൂല് ഇതിന്റെ പരിധിയും പരിമിതിയൊക്കെ പഠിപ്പിച്ചു പോയിട്ടുണ്ട്. ഇതൊന്നും പഠിക്കാതെ ഖുറാനോ ഹദീസോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പഠിക്കാതെ വെറുതെ രണ്ട് മാലപ്പാട്ടും പഠിച്ചിട്ട് പേരിന്റെ അപ്പുറത്ത് ഒരു സഖാഫി നീട്ടി എഴുതിയിട്ട് രണ്ടാൾക്കാർ വന്ന് ചോദ്യം ചോദിച്ചാ അതിന് ആകെ പേടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവാണ്. പിന്നെ ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഇവര്. ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ് ഇവര്. ഇവരെ കീശ വീർപ്പിക്കാൻ പറ്റിയ എല്ലാ പരിപാടിയും ഇവർ പറഞ്ഞു കൊടുക്കും. ആളുകളെ ഇത്രത്തോളം വഞ്ചിക്കുന്ന, മതത്തിന്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ ഇത്രത്തോളം വഞ്ചിതരാവുന്ന ആളുകള് കേരളത്തിലെ സമസ്തക്കാരല്ലാതെ വേറെ ആരുമില്ല. സത്യം പറഞ്ഞാല് ഇത്രത്തോളം ഇസ്ലാമിന്റെ പേരില്. ഇനിയിപ്പോ ഇദ്ദേഹം പറയുന്ന ആ ഒരു വഷളൻ വിശദീകരണം നമുക്കൊന്ന് കേൾക്കാം. വിദ്യാഭ്യാസത്തിന്റെ അങ്ങേ തല. ഇനി കേരളത്തിൽ ഇങ്ങനെ പണ്ഡിതം വരാനില്ല. സമസ്തക്കാർക്ക് ഇയാളെങ്ങാനും പോയി കഴിഞ്ഞാല് പിന്നെ സമസ്തക്കാർക്ക് നിലനിൽപ്പില്ല. അത്രക്ക് വിദ്യാഭ്യാസമുള്ള മനുഷ്യരാ. കേട്ടോളി. സ്നേഹിച്ച് അത് മനസ്സിലിങ്ങനെ ഉണ്ടാവുന്ന ഒരു ഫീൽ ആണല്ലോ. അപ്പൊ അത് അതിന്റെ അളവ് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ പിന്നെ ആൾക്കാർ ശിർക്കൊക്കെ പോകില്ലല്ലോ. കേട്ടല്ലോ, പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. ആൾക്കാർ ശിർക്കൊക്കെ പോവാതെക്കുള്ള മാർഗം മൂപ്പർക്ക് അറിയില്ല. മൂപ്പര് വലിയ തലികെട്ട് കെട്ടിയിട്ടുണ്ട്, സക്കാഫിയാണ്, ബിരുദം എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എവിടുന്ന് ബിരുദം എടുത്തു, എന്ത് പഠിച്ചു ബിരുദം എടുത്തു എന്ന് ചോദിക്കരുത്. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. പഠിച്ചുണ്ടെങ്കിൽ എന്താണ് ഷിർക്ക് എന്നും എങ്ങനെ ആളുകൾ ഷിർക്കിലേക്ക് പോവുക എന്നൊക്കെ പഠിക്കും. എന്തൊക്കെയാണ് ഷിർക്കിലേക്ക് പോകാനുള്ള വഴികളെന്നും ഖുർആനിന്റെ ആയത്തുകളിലും ഹദീസുകളിലും ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താ പേരോടൊക്കെ പറയാ? ശരിയാണ്, ഷിർക്ക് അവിടെ അവസാനിപ്പിക്കാലോ. ഓരോ മനുഷ്യന്മാര് ഇരുന്ന് പറയണ കോലാണിത്. ഒരു നാണോമാനും ഇല്ലല്ലോ. അവനവനെ വിശ്വസിച്ച് ഒന്നുമില്ല, അതൊക്കെ പൈസയും ചെലവാക്കിക്കൊണ്ട് ഇരുത്തിയ ആളുകളെ മുന്നില് ഒന്ന് അഭിമാനത്തോടു കൂടി ഒരു ആയത്തോ ഹദീസോ ഓതിയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? വെറുതെ നല്ലൊരു തൊള്ള പഠിച്ചോ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിനെതിരെ കീറുക, എന്നിട്ട് അതൊരു അലങ്കാരമായിട്ട് കൊണ്ടെടുക്കുക. കേട്ടോ കേട്ടോ, അത് പറഞ്ഞിട്ടും മൂപ്പർക്ക് അതിനെതിരെ ഒരു ആയത്തോ ഓതാനോ നബിനെ സ്നേഹിക്കാൻ പറ്റും, അത് എത്രയും സ്നേഹിക്കാം എന്ന് പറഞ്ഞൊരു ആയത്തോ ഓതാനോ കഴിഞ്ഞിട്ടില്ല. ഹദീസ് പറയാനും കഴിഞ്ഞിട്ടില്ല. സഹാബികള് ജീവിച്ച ഏതെങ്കിലും ഒരു സഹാബിന്റെ ചരിത്രത്തിൽ നിന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ ആലി കെട്ടിയ കന്നാളമാതിരി ഒച്ച ഉണ്ടാക്കുക, നാക്കാലികളെ പോലെ. എന്നിട്ട് ഒന്നും ഉണ്ടായിട്ട് പറയല്ല. അങ്ങനെ ഒച്ച ഉണ്ടാക്കി ഇരിക്കുമ്പോ ചോദ്യം ചോദിച്ച ആ സാധാരണക്കാരൻ വീണ്ടും ചോദിക്കുക, ആയത്ത് ഓതി കൊടുക്കുക. കേട്ടോളി, ഈ ജാതി ഓരോ സാധനങ്ങള്. കേട്ടോ, മൂപ്പരെ കേട്ടിട്ടല്ല. ഇതാണ് ഇവരെ കോലം. അങ്ങനെ പറഞ്ഞ എന്താ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? മൂപ്പരത് കേട്ടിട്ടില്ല. ഒന്നുമില്ലേ 14 വയസ്സായിട്ടുണ്ടാവൂലേ? സഖാഫിന്ന് പേരപ്പുറത്തുണ്ട്. എന്തേലും 5-8 കൊല്ലം പഠിച്ചപ്പോ ഇവരൊക്കെ കാണിച്ചിനാവോ? എന്താണ് ഈ AP അബൂബക്കർ മുസ്ലിയാർ ഇവരൊക്കെ പഠിപ്പിക്കണാവോ? മനസ്സിലാവണില്ല. മൂപ്പര് ഇങ്ങനെ സ്ഥാപനം ഉണ്ടാക്കിയിട്ട് എന്ത് വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുന്നത്? മാലപ്പാട്ടല്ലാതെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഒരായത്തിന്റെ 2 വാക്ക് കേട്ടപ്പോ ഇവർക്ക് അറിയില്ലെന്ന് അങ്ങനെ പറഞ്ഞോ?
അത്ഭുതം തന്നെ. ഈസാ നബിയെ എതിർത്തതല്ല, സ്നേഹിച്ചതാണ്. സ്നേഹിച്ചിട്ട് എന്ത് പറഞ്ഞു? സ്നേഹിച്ച് ഓവറായി പോയി. എന്റെ പറഞ്ഞത് അൽ മസീഹു ബിനുല്ലാഹ് അങ്ങനെ പറഞ്ഞില്ലേ? സ്നേഹിക്കാതെ അങ്ങനെ പറഞ്ഞാലോ? പരിശുദ്ധ ഖുർആൻ അത് പ്രശ്നമായിട്ട് അവതരിപ്പിച്ചു. അങ്ങനെ പറഞ്ഞില്ലേ? മൂപ്പർക്ക് ഒന്നും പറയാനില്ല കേട്ടോ. ഇനി മൂപ്പര് ചോദിക്കാണ്, ഇനിയിപ്പോ സ്നേഹിക്കാതെ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഈ മനുഷ്യനൊക്കെ കൊണ്ട് ഇരുത്തുന്ന ആളുകൾക്ക് തലൻ്റെ ഉള്ളിൽ ഒന്നുമില്ലേക്കും. ഇയാൾക്ക് എന്തായാലും ആ തൊപ്പി കഴിച്ചാൽ വേറെ ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു തലീകെട്ട്, ആ തലീകെട്ടിനെ പറയിപ്പിച്ചാലുള്ള ഒരു ഏർപ്പാടാണ് ഇതൊക്കെ. ഈസാ നബീനെ സ്നേഹിച്ചിട്ട് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ പോയിട്ട് സ്നേഹത്തിന്റെ ലോകത്തെ അളവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ശിർക്കാവണ്ടേ? അല്ലല്ല, അല്ല, ഷിർക്കാവണം. നിങ്ങൾ ഷിർക്കിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ആളുകളെ. പോയിട്ട് സ്നേഹത്തിന്റെ ലോകത്തെ അളവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ശിർക്കാവണ്ടേ? അല്ലല്ല, ഞാൻ ബേജാറാണ്. നമ്മളിങ്ങനെ പോയി എവിടെ എത്തി? ഇബിനുള്ള അവിടെ എത്തി. 1 കിലോമീറ്റർ പോയിട്ട് അവിടെ എത്തിയെന്നറിയോ? അതാണ് അളവാണ് നമ്മൾ നിശ്ചയിക്കാൻ പോകുന്നത്. സ്നേഹിച്ച് അവസാനം ഇബിനുള്ള. ഇയാളാരാ അളവ് നിശ്ചയിക്കണേ? ഇസ്ലാം ദീനിന്റെ അളവ് നിശ്ചയിക്കുക. എന്തപ്പനൊക്കെ മറുപടി കൊടുക്കാന്നല്ലേ? ഇത്രയും തരം താഴ്ന്ന ക്വാളിറ്റിയോട് കൂടി സംസാരിക്കുന്ന വേറെ ഏതെങ്കിലും മുസ്ലിയാക്കന്മാരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. പറഞ്ഞപ്പോഴാണ് ഈ സ്നേഹിച്ച് ഇത്രയും കിലോമീറ്റർ പോകാതെ നിന്നോട്ടം ഇരുന്നിട്ട് വെറുതെ വിനോദാന്ന് വിശ്വസിച്ചാലോ? ആ ഇബിനുള്ളയുടെ പരിധിയിലാണ് കണ്ടോ? ഉണ്ടാക്കേ ഖുർആന്റെ ഒരു ആയത്ത് ഓതിയപ്പോ ആ ആയത്തിനെ പരിഹസിക്കാണ്. അതിപ്പോ ഇനി ഓല് അങ്ങനെ വിശ്വസിക്കാതെ പറഞ്ഞാലോ, സ്നേഹിക്കാതെ പറഞ്ഞാലോ? ഇതിങ്ങനെ അവർ പറഞ്ഞു എന്ന് പറഞ്ഞ് പഠിച്ച റബ്ബാണ്. ആ റബ്ബിന്റെ വാക്കിനെ പോലും പരിഹസിക്കുന്ന, ഖുർആനിന്റെ ആയത്തുകളെ പരിഹസിക്കുന്ന വ്യക്തികള് ഇന്ന് ലോകത്തുണ്ടെങ്കിൽ ഷിയാക്കൾ പറയുന്നുണ്ടാവും, അത് കഴിഞ്ഞാൽ ഇവരും പറയുന്നുണ്ടാവും. അതിന്റെ അപ്പുറത്ത് കാര്യമില്ല. സമസ്തക്കാരും ഷിയാക്കളും. അള്ളാഹുവിന്റെ ഒരു ആയത്തിന് ഓതി ഒരു സഹോദരൻ കേൾപ്പിച്ചപ്പോ അതിനെ പരിഹസിക്കുക. നാണോ മാനമില്ലാത്ത ഓരോ ജീവികള്. പറഞ്ഞതാണല്ലോ പ്രശ്നം. എന്തിനാണ് മനസ്സിലാക്കണം നിങ്ങള്. സ്നേഹിക്കാൻ പറയുന്ന മതത്തിന്റെ സദസ്സിൽ വന്ന് ഇത് പറയുന്നതിൽ ഇതിനെതിരെ പ്രസംഗിക്കുമ്പോഴാണ് പ്രശ്നം. പാട്ടുപാടാൻ പറഞ്ഞവരും പാട്ടും കേട്ടല്ലോ. ഇങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടിന് പാടും, എന്നിട്ട് അത് ഖുറാന്റെ ആയത്താന്നൊക്കെ വിചാരിക്കും. മുന്നിലിരിക്കണമല്ലോ ഇവര് ഖുറാൻ ഓതൂല, ഹദീസ് കണ്ടിട്ടേ ഉണ്ടാവില്ല. ഒരൊറ്റ ഹദീസ് ചോദിച്ചാൽ അറിയണുണ്ടാവില്ല. ഈ ജാതി സാധനങ്ങൾ മുന്നിലിരിക്കണുണ്ടാവും. ഓലെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു പണിയെടുത്താൽ മതി ഇവർക്ക്. അല്ലാതെ ദീന് പ്രചരിപ്പിക്കുക, ദീനിനെതിരെ ആരെങ്കിലും പറയുമ്പോൾ അതിനെ മറികടന്ന് സംസാരിച്ച് അതെന്ത് ചെയ്യുക, ദീൻ ഇന്നതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലല്ലോ. മുന്നിലിരിക്കുന്ന ആളുകൾ അപ്പപ്പോ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളൂ, ആശ്വസിപ്പിച്ചോളൂ, വേറെ ഒന്നും വേണ്ട. അതിനായിട്ട് കുറച്ച് ജന്മങ്ങൾ. വിഡ്ഢിത്തം പഠിക്കണോ, സക്കാഫത്തിലേക്ക് വരൂ. പൊട്ടത്തരം പഠിക്കണോ, സക്കാഫത്ത് സുന്നിയയിലേക്ക് വരൂ. ഖുർആനിനെ പരിഹസിക്കണോ, സക്കാഫിയാകൂ. ഹദീസിനെ പരിഹസിക്കണോ, അള്ളാഹുവിനെ പരിഹസിക്കണോ, അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കണോ, സക്കാഫി ആയിക്കോളൂ.